എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ എപ്പോഴാണ് ആരംഭിക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കും, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് ജൂലൈ 2-ാം തീയതി മുതലാണ് സപ്ലിമെൻ്ററി ഘട്ടത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൂലൈ 2-ാം തീയതി മുതൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് ഇതുവരെയായിട്ടും എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇതുവരെ എവിടെയും അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ ഇതുവരെയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇനി വരാൻ പോകുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിവയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ളവർക്ക് സ്പോർട്സ് കോട്ടയിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നാൽ സ്പോർട്സ് കോട്ടയിലും ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ ഈ ഒരു രണ്ട് വിഭാഗങ്ങളും ഇതുവരെ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് നിങ്ങളോട് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും സ്കൂളിൽ. ഇന്ന ഡോക്യുമെൻ്റ് ഇല്ല, അതുകൊണ്ട് തരാൻ പറ്റത്തില്ല. അതുപോലെ ഇന്ന് പഞ്ചായത്ത് തെറ്റിപ്പോയി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തെറ്റിപ്പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാം. അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ SSLC സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റുക എന്ന് നോക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വിദ്യാർത്ഥികൾക്കുള്ള ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ നിർബന്ധമായിരിക്കും. അതിനാൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടി ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സീറ്റിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അഡ്മിഷൻ എടുക്കാതെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിലുള്ള പ്രധാന പ്രോബ്ലം, നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ നോൺ ജോയിൻഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഒന്നും ഉണ്ടാകത്തില്ല. അതിനാൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ മാറാനായിട്ട് അപ്ലൈ ചെയ്ത് സ്കൂളോ കോഴ്സോ മാറാൻ പറ്റും. അത് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ സ്കൂളോ കോഴ്സോ മാറണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് സ്കൂളോ കോഴ്സോ മാറിയാൽ മതി. ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, ഞാനിപ്പോൾ HSC വിഭാഗത്തിൽ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു, എനിക്ക് VHSCയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് HSCയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് VHSCയിൽ അപ്ലൈ ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ VHSCയിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് HSC വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ HSC വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കാര്യമാണ് ഇതിൽ പറയുന്നത്. VHSCയുടെ നിങ്ങൾ VHSCAP വെബ്സൈറ്റ് വഴി ആ ഒരു സമയത്ത് നിങ്ങൾ പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു VHSCയിൽ അതുപോലെ HSCയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷിക്കണമെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് HSCAP വെബ്സൈറ്റിലും VHSCAP വെബ്സൈറ്റിലും കാണാൻ പറ്റും. അപ്പോൾ HSCയിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ HSCയിലും VHSCയിലും രണ്ടിലും ഒരു വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനാൽ തന്നെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കും vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് പുതുതായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപേക്ഷ പുതുതായിട്ട് സമർപ്പിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ പുതുതായിട്ട് സമർപ്പിക്കാവുന്നതാണ്.
കിട്ടാവുന്നതാണ്. ഇനി ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതെ വരുന്നുണ്ടാവും. അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തരാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾക്ക് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്തവർ നിങ്ങൾ ഏത് കോട്ടയിലാണോ അപ്ലൈ ചെയ്ത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നേരത്തെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകളോ നേരത്തെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയ ശേഷം അതിലെന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി എല്ലാം കറക്റ്റാക്കിയ ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള പേജിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സുകൾ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതും അത് നിങ്ങൾ നേരത്തെ നൽകിയ എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കണം. അത് ന്യൂ ഓപ്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രിവ്യൂ പേജിലേക്കും പ്രിവ്യൂ പേജിൽ നിങ്ങൾ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമാണോ എന്നുള്ളത് 2-3 പ്രാവശ്യം നോക്കുക. നേരത്തെ വരുത്തിയതുപോലെ തെറ്റുകളൊന്നും വീണ്ടും വരുത്തരുത്. അതുപോലെ പുതുതായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സുകളൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസിൽ നിങ്ങളുടെ കാസ്റ്റോ കാറ്റഗറിയോ റിലീജിയനോ പഞ്ചായത്തോ ഒന്നും തെറ്റിയിട്ടില്ല എന്ന് നോക്കുക. പേരോ കാര്യങ്ങളോ ഒന്നും തെറ്റിയിട്ടില്ല എന്ന് നോക്കുക. കാരണം ഇത് പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് ഉണ്ടാവത്തില്ല. അതിനാൽ തന്നെ എന്തെങ്കിലും തരത്തിൽ എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആദ്യമേ തന്നെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്ത് എന്നിട്ട് മാത്രമേ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവൂ. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പ് നിങ്ങൾക്ക് പ്രിവ്യൂ പേജിൽ തന്നെ ഓരോ ഡീറ്റെയിൽസ് നേരെയും ഇതേപോലെ ഒരു പെൻസിൽ അല്ലെങ്കിൽ പെൻ ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് അതുപോലെ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു പേജിൽ പോയിട്ട് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യേണ്ടതും എഡിറ്റ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ് തെറ്റൊന്നുമില്ല എന്നുള്ളത് 2-3-5 പ്രാവശ്യം ചെക്ക് ചെയ്ത് ഒരു തെറ്റുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനലായിട്ട് കൺഫർമേഷൻ ഡിക്ലറേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്ത് ഫൈനലായിട്ട് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ അതിനുശേഷം പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വീണ്ടും സപ്ലിമെൻ്ററി ഘട്ടത്തിന് ട്രയലോ മറ്റോ ഇല്ല. നേരിട്ട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് വരികയാണ് ചെയ്യുക. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിൽ എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് ഓപ്ഷനൊക്കെ നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകിക്കൊണ്ട് വിദ്യാർത്ഥി ഓപ്ഷൻസ് നൽകണം. അല്ലാതെ എങ്ങനെയെങ്കിലും ഓപ്ഷൻസ് കൊടുക്കരുത്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഡീറ്റെയിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള സ്കൂൾ കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾക്ക് നൽകുന്നതിനായിട്ട്. അപേക്ഷയിലെ നേരത്തെ അപേക്ഷയിൽ തെറ്റ് വന്നിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത അപേക്ഷയിലെ തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നതിനായിട്ട്. അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ പ്രിവ്യൂ പേജ് ഒരു 2-3-5 പ്രാവശ്യം ചെക്ക് ചെയ്യാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് ഒരു തവണ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തെറ്റും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അതിനകത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പരിശോധിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാവുന്നതും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതുമാണ്. ഇതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണോ എന്ന് നോക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഹോം പേജിലേക്ക് വരാവുന്നതും അവിടെ നിങ്ങൾ അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫേം അല്ല എങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ തന്നെ ഉണ്ടോ എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നൊക്കെ പ്രിവ്യൂ പേജ് നോക്കി എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാം. ഇങ്ങനെ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവസാനം നിങ്ങൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലിങ്ക് ഉണ്ടാവില്ല. അതിന് പകരം പ്രിൻ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതിനുശേഷം പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാകും. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ശേഷം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതും സ്പോർട്സ് കോട്ടയിൽ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് സ്പോർട്സ് കോട്ടയുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും. സാധാരണ അതിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ആ ഒരു ടൈമിലേക്ക് സീറ്റ് ഫിൽ ആവാറുണ്ട്. അതിനാൽ തന്നെ ചില സ്കൂളിൽ മാത്രമേ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നടത്താറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് നോക്കാം. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ ചിലപ്പോൾ മാത്രമേ സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ സീറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അന്വേഷിച്ച് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.